ഹലോ എവരി വൺ, ദിസ് ഇസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. സോ ഇന്ന് ഞാനൊരു കേരളപ്പിറവി പോസ്റ്ററാണ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു ഗ്രേഡിയൻറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ന്യൂട്രൽ കളറാണ് കൊടുക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ന്യൂട്രൽ കളർ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് കോഡ്. അപ്പോൾ ഞാനിത് ഓക്കെ കൊടുത്തു. പക്ഷേ എനിക്കിത് ലീനിയർ ആയിട്ടല്ല വേണ്ടത്. എനിക്കിതൊരു റേഡിയൽ ടൈപ്പ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു റേഡിയൽ ഫോമിൽ അത് വരും. അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടുകയാണ് റേഡിയൽ. ഓക്കെ, അതിനുശേഷം ഞാനിനി ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിലേക്ക് ഇനി എലമെൻറ്റ്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ മാപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാനൊരു പർട്ടിക്കുലർ സൈസിലേക്ക് ഞാനിത് കയറ്റി. അതിനുശേഷം ഞാൻ ഒരു അൺസ്പ്ലാഷിനകത്ത്, ഇത് ഫ്രീ ഇമേജസ് ആണ്. സോ ഈ ഫ്രീ ഇമേജസ് ഞാൻ അൺസ്പ്ലാഷിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു ബീച്ച് സൈഡാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഇതിനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിനി മാപ്പിനുള്ളിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ലെയറിൻ്റെ ഇമേജിൻ്റെ ലെയറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് മാപ്പിനകത്തോട്ട് ക്ലിപ്പായിട്ടുണ്ടാവും. അപ്പം ഞാനിത് ഒരു കറക്റ്റ് ഫോമിലേക്ക് ഞാനിതൊരു റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ സൈസ് കുറച്ച്. ഓക്കെ, യാ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അതിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. സോ ഇത് ഞാനിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റുകയാണ്. സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്മാർട്ട് ഓപ്ഷൻ, അതായത് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ കറക്റ്റ് ഒരു ഗ്രൂപ്പായിട്ടിരിക്കും. ഇനി നമുക്കിതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഞാനിവിടെ ഇത്രയും ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഇതിലേക്ക് മലയാളം ഫോണ്ട്, അതായത് മലയാളം ഫോണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുട്ടി പെൻസിൽ എന്ന് പറയുന്ന സൈറ്റാണ്. അത് ഫ്രീ സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് FMLലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കിതിനെ കൺവേർട്ട് ചെയ്യണം. അതായത് ഞാൻ FMLലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ്. എന്നാൽ മാത്രമേ നമുക്കിത് ഫോട്ടോഷോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ കേരളപ്പിറവി എന്ന് പറയുന്നത് ഞാൻ കോപ്പി ചെയ്തു. പകരം ഞാനിവിടെ ഒരു ടെക്സ്റ്റ് T ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫോം കൊടുത്തു. സോ ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം വേറൊരു ഫോമിൽ, അതായത് ക്യാപ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് FML TT വീണ ഹെവി എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. അതിൻ്റെ റെഗുലർ ഫോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അതിന് മുന്നേ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്യുകയാണ്. 300 നമുക്ക് വേണ്ട, നമുക്കൊരു 100. ഓക്കെ, നമുക്കൊരു ടെക്സ്റ്റ് ഫോണ്ട് നമുക്കൊരു 200 കൊടുത്ത് നോക്കാം. ഓ യെസ്, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. 200 ഞാൻ കൊടുത്തു. ഞാനിവിടെ കേരളപ്പിറവി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നവംബർ 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷന് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് മോൺസറാറ്റ് എന്ന് പറയുന്ന ഫോണ്ടാണ്. അതിൻ്റെ റെഗുലർ ഫോണ്ട് യൂസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സൈസ് ഞാൻ കുറച്ച് ഒരു 50 എന്ന ലെവലിലേക്ക് നവംബർ 1 എന്ന് പറയുന്ന ഇതിലേക്ക് ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് സ്ട്രെച്ച് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് നവംബറിൻ്റെ സ്പെല്ലിംഗ് കൂടെ നോക്കാം. ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കുമല്ലോ. യാ, കറക്റ്റാണ്. നമ്മളെപ്പോഴും ഒരു സൈഡായിട്ട് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനിങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ 1ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വലിപ്പം കൊടുത്തിട്ട്
അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. നോർമൽ തന്നെ മതി. എന്നാലേ അതൊരു ഓക്കെ. സോ ഇതിനകത്ത് നമുക്കിനി ലോഗോസൊക്കെ ആഡ് ചെയ്യാം. ലോഗോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അവിടെ അത് ഞാനിപ്പം ആഡ് ചെയ്യുന്നില്ല. ഞാനിത് എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ പോസ്റ്ററാണ്. സിമ്പിൾ കേരളപ്പിറവി പോസ്റ്ററാണ്. ഇതെല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.